റോട്ടറി ക്ലബ്ബ് കാലിക്കറ്റ് ഹൈലൈറ്റ് സിറ്റി ഡ്രീം റൺ 2025 മിനി മാരത്തൺ ഫെബ്രുവരി 2-ന് കോഴിക്കോട്ട് നടക്കും. റോട്ടറി ഡിസ്ട്രിക്ട് ഗവർണർ ഡോക്ടർ സന്തോഷ് ശ്രീധർ ഫ്ളാഗ് ഓഫ് ചെയ്യും. ഒറ്റത്തവണ മാത്രം ഉപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക് കുപ്പിയുടെ ഉപയോഗം കുറയ്ക്കുക, സ്വന്തം കുപ്പി കരുതുക എന്ന സന്ദേശം നൽകിയാണ് ഇത്തവണ മിനി മാരത്തൺ നടത്തുന്നത്. ബോട്ടിലിൽ ഉള്ള വെള്ളത്തിന്റെ ക്വാളിറ്റിയും അതുകൂടാണ്ട് ഈ ബോട്ടിലിൽ മൈക്രോ പ്ലാസ്റ്റിക് എന്നൊരു ഘടകം ഈ ബോട്ടിൽ വേസ്റ്റൊക്കെ നമ്മൾ വെച്ച് ഉപയോഗിക്കുമ്പോൾ വെള്ളത്തിൽ കലരുകയും ആ വെള്ളം കുടിക്കുന്നത് കൊണ്ട് ഉണ്ടാകുന്ന അസുഖങ്ങൾ, ക്യാൻസർ വരെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് പഠനങ്ങൾ പറയുന്നത്. അത് കൂടാണ്ട് ഉണ്ടാകുന്ന പ്ലാസ്റ്റിക് വേസ്റ്റ് ഇതെല്ലാം തടയാൻ നമുക്ക് ചെറിയൊരു മെസ്സേജ് ഒരു മെസ്സേജ് നമ്മൾ വന്നിട്ടുള്ളത്. ഇപ്പൊ ക്യാരി യുവർ ഓൺ ബോട്ടിൽ, നിങ്ങൾ സ്വന്തം ബോട്ടിൽ പറ്റുമ്പോൾ കൊണ്ടുപോകാം, പറ്റാത്തപ്പോൾ മാത്രം മിനറൽ വാട്ടറോ അല്ലെങ്കിൽ സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് ബോട്ടിൽ ഉപയോഗിക്കുക. അതുകൊണ്ട് നമ്മുടെ ഹെൽത്തി ആകാനും പറ്റും, നമുക്ക് പ്ലാസ്റ്റിക് വേസ്റ്റ് നല്ലോണം കുറയ്ക്കാനും പറ്റും. 10 കിലോമീറ്റർ വിഭാഗത്തിലുള്ള മിനി മാരത്തോൺ, 3 കിലോമീറ്റർ വിഭാഗത്തിലുള്ള ഫൺ റൺ എന്നിവയാണ് ഡ്രീം റൺ 2025 മത്സര ഇനങ്ങൾ. രജിസ്ട്രേഷൻ ഓൺലൈൻ വഴിയാണ്. മാരത്തോൺ വിജയികൾക്ക് ക്യാഷ് പ്രൈസുകളും പങ്കെടുക്കുന്ന എല്ലാവർക്കും സൗജന്യമായി ടീഷർട്ടുകളും ഫിനിഷർ മെഡലുകളും സർട്ടിഫിക്കറ്റുകളും ലഭിക്കും. കോഴിക്കോട് ബീച്ചിൽ നിന്നും ആരംഭിച്ച് ഗുജറാത്തി സ്കൂളിന് എതിർവശത്തുള്ള അത്താണിക്കൽ ബീച്ച് റോഡിലേക്ക് ഓടി തിരികെ മടങ്ങുന്ന രീതിയിലാണ് മിനി മാരത്തോൺ ക്രമീകരിച്ചിട്ടുള്ളത്. 700-ലധികം പേർ മാരത്തോണിൽ പങ്കെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി റോട്ടറി ക്ലബ്ബ് കാലിക്കറ്റ് ഹൈലൈറ്റ് സിറ്റി ഭാരവാഹികളായ ഡോക്ടർ സുനിൽ രാജേന്ദ്രൻ, വിനോദ് പോൾ, ഡോക്ടർ സജീവൻ തറയിൽ, മധുകർ, സെറീന ഇക്ബാൽ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ